പൊട്ടിപ്പൊളിഞ്ഞ പുതുശ്ശേരി പൊള്ളമ്പാറ വാളാട് റോഡ്. പൊള്ളമ്പാറ ആയുർവേദ ആശുപത്രിക്കും പുതുശ്ശേരി ടൗണിനുമിടയിലുള്ള 2.5 കിലോമീറ്റർ ദൂരത്തിലുള്ള യാത്രയാണ് നാട്ടുകാരുടെ നടുവൊടിക്കുന്നത്. റോഡ് ശോചനീയാവസ്ഥയിലായതോടെ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. തൊണ്ടർനാട് പഞ്ചായത്തിലെ പൊള്ളമ്പാറ ആയുർവേദ ആശുപത്രിക്കും പുതുശ്ശേരി ടൗണിനുമിടയിലുള്ള 2.5 കിലോമീറ്റർ ഭാഗമാണ് ഗതാഗതയോഗ്യമല്ലാതായിരിക്കുന്നത്. ദിവസേന നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡാണിത്. വാളാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, എടത്തന ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂൾ, വാളാട് PHSC, വാളേരി ഹൈസ്കൂൾ, പ്രദേശത്തെ ഏറ്റവും അടുത്ത പെട്രോൾ പമ്പ് എന്നിവിടങ്ങളിലേക്ക് എളുപ്പമെത്താവുന്ന വഴി കൂടിയാണിത്. ആലക്കമിറ്റം, കൈവേലിക്കൽ, ആലുമൂല ഊരുകളിലായി താമസിക്കുന്നവരെയാണ് റോഡിന്റെ ശോചനീയാവസ്ഥ ഏറെ ബാധിക്കുന്നത്. റോഡിനെ എന്ത് ചെയ്തു പൂർണ്ണമായിട്ട് എന്ത് ചെയ്തു അവഗണിച്ചിട്ടിരിക്കുക. അവഗണിച്ചിട്ടുകൊണ്ട് മാത്രമാണ് ഈ റോഡുകൾ കിടക്കുന്നത്. ഈ ഭാഗത്തുള്ള ബാക്കി എല്ലാ റോഡുകളും എന്ത് ചെയ്തു ഇത് നന്നായല്ലോ. എല്ലാ റോഡുകളും അക്കരെ നന്നാവുന്നുണ്ട്, ഇപ്പുറത്ത് നന്നാവുന്നുണ്ട്, എല്ലാ സ്ഥലത്തും നന്നാവുന്നുണ്ട്. അപ്പൊ ഈ റോഡിനെ എന്ത് ചെയ്തു പൂർണ്ണമായിട്ട് അവഗണിച്ചു. ആരും ശ്രദ്ധിക്കുന്നില്ല. ഒരു മഴ കൂടി പെയ്താൽ പിന്നെ ഇതിലൂടെ കാൽനടയാത്ര പോലും അസാധ്യമാവും. വാളേരി ഹൈസ്കൂള്, അതുപോലെ കല്ലോടി ഹൈസ്കൂൾ, അങ്ങനെ ഉള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് 100 കണക്കിന് വിദ്യാർത്ഥികളും അതുപോലെ രോഗികളും എല്ലാം നിരന്തരം സഞ്ചരിക്കുന്ന ഒരു റോഡായത്. കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഈ റോഡിൻ്റെ അവസ്ഥ ഇപ്പോൾ കാണുന്ന ഈ രീതിയിലാണ്. വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുകയാണ്. അത് നന്നാക്കി ഏറ്റവും നല്ല രീതിയിൽ ഈ റോഡ് നന്നാക്കി എടുക്കണം. ഇരുചക്ര വാഹനങ്ങൾ തെന്നിവീണ് പലപ്പോഴും അപകടങ്ങൾ പതിവാണിവിടെ. സ്കൂൾ ബസ്സുകൾ പോലും ഇതുവഴിയുള്ള യാത്ര നിർത്താൻ പോകുന്ന സാഹചര്യത്തിൽ പുതുശ്ശേരി വികസന സമിതി സമരപരിപാടികൾക്ക് രൂപം കൊടുത്തിരിക്കുകയാണ്. ബന്ധപ്പെട്ട അധികാരികൾ നിസ്സംഗത വെടിഞ്ഞ് കാര്യക്ഷമമായ നടപടികൾ കൈക്കൊള്ളണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ദേവദാസ്, വയനാട് വിഷൻ, വാളാട്. പുതുശ്ശേരി പൊള്ളമ്പാറ വാളാട് റോഡ് ശോചനീയാവസ്ഥയിലായതോടെ ദുരിതത്തിലാണ് പ്രദേശവാസികൾ. ജനശബ്ദം കാണും. പഞ്ചായത്തിന്റെ കൃത്യമായ ഇടപെടലുണ്ടായിരുന്നെങ്കിൽ ഈ റോഡ് നന്നാക്കേണ്ടത്. കാരണം വെച്ചാൽ ആകെ 2 ആയുർവേദ ഹോസ്പിറ്റലേ ഉള്ളൂ തൊണ്ടനാട് പഞ്ചായത്തിൽ. കാരണം ഒന്ന് ഇവിടെ, ഒന്ന് നിലവിൽപ്പുഴയുള്ള. ഈ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ഏറ്റവും കൂടുതൽ രോഗികൾ ഈ റോഡിൽ, ഈ പുതുശ്ശേരിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത്, വാളേരി മുതലുള്ള ആളുകൾ. ഇപ്പം തന്നെ ഒരു കൊല്ലത്തോളമായി ഒരു വണ്ടി പിടിച്ചാൽ തന്നെ ആലക്കിലേക്ക്, ആ കോളനിയിലേക്ക്, പുതുശ്ശേരി വഴിയാന്ന് പറഞ്ഞാൽ വാളാടുന്നും പുതുശ്ശേരിന്നും വണ്ടിക്കാരടക്കം വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. സമ്മതിക്കുന്നില്ല, അവർ വരാൻ നിവൃത്തിയില്ല. തൊണ്ടനാട് പഞ്ചായത്തല്ല, വയനാട് ജില്ലയിൽ തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സ്ഥലം ഉള്ളൊരു ഹോസ്പിറ്റലാണ് നമ്മുടെ ആയുർവേദ ഹോസ്പിറ്റൽ, പുതുശ്ശേരി പൊള്ളമ്പാറ ആയുർവേദ ഹോസ്പിറ്റൽ. നമുക്ക് 25 കോടിയോളം രൂപ ഇവിടെ കിടത്തി ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ റോഡ് മോശമായതുകൊണ്ട് ഒരു കാരണവശാലും ഒരു വണ്ടി പോലും വിളിച്ചാൽ വരാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. സമയത്ത് അത്യാവശ്യം കോറി വേസ്റ്റോ എന്തെങ്കിലും ചെയ്ത് തൽക്കാലം ഓട്ടടയ്ക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. മാത്രമല്ല, ഇത് തമിഴ്നാട് പഞ്ചായത്ത്, തൊണ്ടനാട് പഞ്ചായത്തും തമിഴ്നാട് പഞ്ചായത്തുമായി ബന്ധിപ്പിക്കുന്ന 2 വലിയ റോഡുമായിട്ടുള്ളൊരു അപ്രോച്ച് റോഡാണ്. നമുക്കിതിൽ പോകാനും വരാനും പറ്റുന്നില്ല. ആരും വിളിക്കുന്നില്ല. ഇപ്പോൾ അയറ്റ കുഴിയാണ്. ഇടയ്ക്കിങ്ങനെ മറിഞ്ഞു പോകുന്ന പോലെ വണ്ടിയൊക്കെ പോകുന്നത്. പിന്നെ ഹോസ്പിറ്റലുണ്ട്, ആയുർവേദ ഹോസ്പിറ്റലുണ്ട്, പിന്നെ അംഗൻവാടിയുണ്ട്. കുട്ടികളെ കൊണ്ടുവിടാൻ പോലും പറ്റുന്നില്ല. പഞ്ചായത്ത് 6-ാം വാർഡിൽ ഞങ്ങൾ റോഡ്, ആലക്കി കോളനിയിലൊരു റോഡ് വളരെ മോശപ്പെട്ടാണ് കിടക്കുന്നത്. കുട്ടികൾ നിരത്തേരായിട്ട് കുട്ടികൾ പോകേണ്ട ഒരു റോഡാണ്. എത്ര വർഷമായി ഇങ്ങനെ കിടക്കുന്നത്.